ദൈവവചനത്തിൽ അതിൻ്റെ പ്രൊവിഷനുണ്ട്. എന്താണ് നിനക്ക് കിട്ടണമെന്നറിയാം. നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് അരമണിക്കൂർ വചനം വായിക്കാൻ പറഞ്ഞിട്ടില്ലേ? അരമണിക്കൂർ എന്ന് പറയുമ്പോൾ ഈ അരമണിക്കൂർ ഇങ്ങനെ നിങ്ങൾ നോവൽ വായിക്കണ പോലെ വായിച്ചു പോകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊരു 5 മിനിറ്റ് വായിച്ചിട്ട് അത് തന്നെ ആവർത്തിച്ച് വായിക്കണം. പിടികിട്ടിയ 5 മിനിറ്റ് വായിക്കണം. വായിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം? ആവർത്തിച്ച് വായിക്കണം. ആവർത്തിച്ച് വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വചനത്തിൽ നിങ്ങൾക്ക് അനോയിൻറ്റിങ് കിട്ടും. വചനത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഒരു 5-8-10 അമ്മമാർ നിൽക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ പെറ്റ നമ്മുടെ കുഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ എല്ലാ അമ്മമാരും നോക്കും. എന്നിട്ട് ആ കൊച്ചിൻ്റെ അമ്മയെ കാണുമ്പോഴാണ് ആ കൊച്ചിങ്ങനെ കൈ പൊക്കണത്. അപ്പോൾ ഉടനെ അമ്മ വാരിയെടുക്കും അതിനെ. അതുപോലെ ചില വചനങ്ങൾക്ക് നമ്മളെ കാണുമ്പോൾ അഭിഷേകം ഉണ്ടാവും. നമ്മൾക്കതിൻ്റെ അഭിഷേകം കിട്ടും. ഉടനെ ആ വചനം നമ്മൾ പറയും അത് കാണാതെ പഠിക്കാൻ പറയും. ആ വചനം കാണാതെ പഠിക്കാൻ പറയും. അങ്ങനെ വചനം പഠിക്കണത്. അല്ല ഞാൻ വചനപ്പെട്ടിന്ന് എടുത്തിട്ട് കുറേ വചനം കാണാതെ പഠിച്ചേക്കാം. അല്ലെങ്കിൽ ഞാൻ വചനം വായിക്കുമ്പോൾ അങ്ങോട്ട് വായിച്ച് പോയേക്കാം. അങ്ങനെ വായിച്ചാൽ നിങ്ങളങ്ങനെ വായിച്ച് പോയിക്കൊള്ളൂ. എവിടെ പോകണം നമുക്ക് ആർക്ക് അവർ പിടിയും കിട്ടത്തില്ല. എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാൻ പറ്റത്തില്ല. വായിച്ച് പോകാനല്ല നോക്കേണ്ടത്. വചനം 5 മിനിറ്റ് എടുത്തിട്ട് അരമണിക്കൂർ 5 മിനിറ്റ് എടുത്തിട്ട് ആ വചനം റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. ആവർത്തിച്ച് വായിക്കണം. കാരണം ഞാൻ ദൈവവുമായിട്ട് ഇടപഴകുകയാണെന്നുള്ള ബോധം ഉണ്ടാകണം. അല്ലാതെ ഒരു പുസ്തകം വായിക്കണം തോന്നരുത്. നമുക്ക് വായിക്കാം. അപ്പം അതുപോലെ ഒരു ബൈബിളും വായിക്കാം. അങ്ങനെ വായിച്ച അഭിഷേകം ഉണ്ടാകത്തില്ല. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ദൈവത്തോട് ഇത് വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വായിക്കുമ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദൈവത്തെ കേൾക്കുകയാണ് എന്ന് പറയുമ്പോൾ ഭക്തി തോന്നണം. ഭക്തി ഉണ്ടാകും അല്ലേ? ഞാൻ ദൈവത്തെ കേൾക്കുകയാണ്, അല്ലെങ്കിൽ ദൈവം എന്നോട് സംസാരിക്കുകയാണ് എന്ന് നമുക്കൊരു ബോധത്തിൽ വേണം വചനം വായിക്കാൻ. 5 മിനിറ്റ് വായിച്ചിട്ട് പിന്നെ റിപ്പറ്റീഷൻ ആയിരിക്കണം അതിൻ്റെ. അങ്ങനെ റിപ്പറ്റീഷൻ ആയിക്കഴിഞ്ഞാൽ ഈ നമ്മൾ ആവർത്തിക്കുന്ന ഏതെങ്കിലും വചനത്തിൽ വെച്ച് നമുക്ക് ഒരു അഭിഷേകം ഉണ്ടാകും. അത് നമ്മുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കും. എന്നിട്ട് തങ്ങി നിന്നിട്ട് അതിങ്ങനെ അബീസിലേക്ക് പോകും. ചില സമയത്ത് അബീസിലേക്ക് പോയാലും അതിൻ്റെ കോഡ് അടിച്ചാൽ നമുക്കറിയാമല്ലോ. സെർവറിലേക്ക് നമ്മുടെ മാറ്റർ മൊബൈലിൽ സെർവറിലേക്ക് പോയാലും ശരി, നമ്മളതിൻ്റെ കോഡ് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് തിരിച്ചു വരും ഇല്ലേ? എന്ത് വീഡിയോ ആണെങ്കിലും നമ്മൾ അതിൻ്റെ കോഡ് അടിച്ച് കൊടുത്താൽ മതി. ഇതുപോലെയാണ് വചനം വായിച്ചാൽ ഒരു